ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് തേങ്ങയും സവാളയൊന്നും ചേർക്കാതെ കുറുകിയ ഒരു കടലക്കറിയാണ്. നമുക്ക് ദോശയ്ക്കും ചപ്പാത്തിക്കും എല്ലാം അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഞാനിപ്പോൾ 150 ഗ്രാം കടലയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 5-6 മണിക്കൂർ കുതിർച്ച ശേഷം കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. കടലയൊക്കെ ഞാനിപ്പോൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് വേവിച്ച കടലയാണ്. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നല്ല ഇതുപോലെ വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയിൽ നിന്ന് കുറച്ചെടുത്ത് ഒന്ന് അരച്ചെടുക്കണം. കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ട് അരച്ചെടുക്കണം. മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. മല്ലിയില 2 തണ്ട്, ഗരം മസാല പൊടി 1 സ്പൂൺ. ഇത്രയും നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കടലയിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കടല ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന വേവിച്ച കടല കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന വേവിച്ച കടല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം. കറി നന്നായിട്ട് തിളച്ച് കുറുകി വരണം. അതാണ് പാകം. നമ്മുടെ കറി ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം കടുക് വറുത്തിടാം. കടുക് വറുക്കാനായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഉഴുന്ന് 1 സ്പൂൺ, വറ്റൽമുളക്, കറിവേപ്പില. ഇനി നമുക്ക് കടുക് വറുത്തത് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കടലക്കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. മറ്റെല്ലാ കറികളിൽ ചേർക്കുന്നത് പോലെ മല്ലിപ്പൊടി, മുളക് പൊടി, തേങ്ങ, സവാള ഇതൊന്നും ചേർത്തല്ല ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. ചപ്പാത്തിയോട് അപ്പത്തിനോടൊക്കെ ഒരു അടിപൊളി റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് തന്നെ അറിയിക്കുക.